ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ഉഷ മെഷീൻ്റെ വീഡിയോ ആണ്. ഉഷ സിംഗിൾ നീഡിൽ മെഷീനിൽ വരുന്ന എററുകൾ എങ്ങനെ സോൾവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഉഷയുടെ സിംഗിൾ നീഡിൽ ഡയറക്റ്റ് ഡ്രൈവ് ലോക്ക് സ്റ്റിച്ച് മെഷീനാണ്. അതായത് ഡയറക്റ്റ് ഡ്രൈവ് പവർ സേവിങ് മെഷീൻ. ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ, അതായത് സ്പീഡ് അഡ്ജസ്റ്റ്മെൻറ്റ്, അതുപോലെ ലൈറ്റ്, നീഡിൽ പൊസിഷൻ, അതൊക്കെ എങ്ങനെ ചെയ്യാമെന്നാണ് നമ്മൾ നോക്കുന്നത് ഈ വീഡിയോയിലൂടെ. അപ്പോൾ എല്ലാവരും വീഡിയോ പൂർണ്ണമായി കാണുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ വീഡിയോസ് കാണുന്നതിൽ 90% ആൾക്കാരും സബ്സ്ക്രൈബ്, ലൈക്ക്, കമൻ്റ് ഒന്നും ചെയ്യാറില്ല. അപ്പോൾ നമുക്കിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് എറർ 07 എന്നാണ്. ആദ്യം തന്നെ ഇതിൽ വരുന്ന കംപ്ലൈൻറ്റുകളാണ് നമ്മൾ പറയുന്നത്. എറർ 07 എന്ന് കാണിച്ചാൽ എന്താണ് പ്രോബ്ലം, അതെങ്ങനെ സോൾവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. എറർ 07 വന്നു കഴിഞ്ഞാൽ മെഷീൻ സ്ട്രക്ക് എന്നാണ് അർത്ഥം. അതായത് മെഷീൻ ജാമായി അല്ലെങ്കിൽ ടൈറ്റായി എന്നാണ് പറയുന്നത്. ആ സമയത്തിന് അതിനർത്ഥം ഷട്ടിലിൽ നൂല് കുടുങ്ങിയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഈ മെഷീൻ സ്ട്രക്ക് ആവുന്നത്. അപ്പോൾ അതെങ്ങനെ മാറ്റാമെന്നാണ് ഇപ്പോൾ നിങ്ങൾ വീഡിയോയിലൂടെ കാണുന്നത്. അത് മാറ്റാൻ വേണ്ടി നമ്മൾ ഫസ്റ്റ് തന്നെ ബോബിൻ കേസ് അഴിച്ച് മാറ്റണം. അല്ലെങ്കിൽ ബോബിൻ കേസ് എടുക്കാൻ കിട്ടുന്നില്ലെങ്കിൽ ആ കാണുന്ന നൂല് എവിടെയൊക്കെ ഉള്ളതെന്ന് നോക്കി ഹാൻഡ് വീൽ പയ്യെ ഷെയ്ക്ക് ആക്കിയിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി നോക്കണം. അപ്പോൾ നേരം തന്നെ ചെറിയൊരു മാറ്റം ഉണ്ടാവും. പിന്നെ അതിൽ അകത്തിരിക്കുന്ന നൂലുകളെല്ലാം എടുത്ത് മാറ്റി, കിട്ടുന്നില്ലെങ്കിൽ കുറച്ച് ഓയിലൊക്കെ ഒഴിച്ച് പയ്യെ ഷെയ്ക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ ത്രെഡ് നമുക്ക് എടുക്കാൻ പറ്റും. എടുത്തു കഴിഞ്ഞാൽ മെഷീൻ ഫ്രീ ആവും. അന്നേരം തന്നെ നമ്മുടെ എറർ സ്ക്രീനിൽ നിന്ന് പോവില്ല. സ്ക്രീനിൽ നിന്ന് എറർ പോകണമെങ്കിൽ മെഷീൻ നേരെ വെച്ചിട്ട് മെഷീൻ ഒന്ന് ഓഫ് ചെയ്ത് ഓൺ ആക്കണം. നൂലുകൾ കംപ്ലീറ്റ് എടുത്ത് കളയണം. ചിലപ്പോൾ സൂചി അടിച്ചിട്ടാണ് മെഷീൻ സ്ട്രക്ക് ആകുന്നത് എങ്കിൽ സൂചിയുടെ പോയിൻ്റ് ഷട്ടിൽ എവിടെയെങ്കിലും കൊണ്ടിട്ടുണ്ടെങ്കിൽ ആ ഭാഗമൊക്കെ നന്നായി തുടച്ച് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയിട്ട് വേണം നമ്മൾ ബോബിൻ കേസ് ഇടാൻ. ബോബിൻ കേസ് ഇട്ടതിന് ശേഷം നേരത്തെ പറഞ്ഞ പോലെ മെഷീൻ നേരെയാക്കി വയ്ക്കുക. അപ്പോഴും എറർ ഉണ്ടാവും. പക്ഷേ മെഷീൻ ഒന്ന് പവർ ഓഫ് ചെയ്ത് വീണ്ടും ഓൺ ആക്കുമ്പോൾ നിങ്ങൾക്ക് ആ സ്ക്രീനിൽ പിന്നെ എറർ വരില്ല. മെഷീൻ കൂളായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ എറർ 7 എന്താണെന്ന് മനസ്സിലായല്ലോ. മെഷീൻ സ്ട്രക്ക് ആയി കഴിഞ്ഞാലാണ് എറർ 7 കാണിക്കുക. അടുത്ത പ്രോബ്ലം നമുക്ക് നോക്കാം. ഇപ്പോൾ കണ്ടോ, എറർ 7 നമ്മൾ മാറി മെഷീൻ റൺ ചെയ്യുന്നതാണ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണിച്ചു തരുന്നത്. ഇനി അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് ഇതിൻ്റെ വേറൊരു കംപ്ലൈൻ്റാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ മെഷീൻ ചെരിച്ച് വെച്ച് കഴിഞ്ഞാൽ ഈ 17, അതായത് എറർ 17. അപ്പോൾ ഈ 17 എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമുക്ക് മെഷീൻ്റെ കംപ്ലൈൻ്റ് അല്ല അത്. അതായത് മെഷീൻ ചെരിച്ച് വെച്ച് കഴിഞ്ഞാലാണ് ഈ 17 എന്ന് എഴുതി കാണിക്കുക. അതായത് നമുക്ക് സർവീസിനോ ഓയിൽ ചേഞ്ചിങ്ങിനോ മറ്റാവശ്യങ്ങൾക്കൊക്കെ വേണ്ടി നമ്മൾ മെഷീൻ ചെരിച്ച് വയ്ക്കുമ്പോൾ നമ്മുടെ കാലറിയാതെ ആക്സിലേറ്ററൊക്കെ കൊള്ളുകയാണെങ്കിൽ മെഷീൻ ഓടാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു രീതിയിൽ കമ്പനി മെഷീൻ സെറ്റ് ചെയ്ത് വിടുന്നത്. അത് നമ്മൾ കറക്റ്റ് പൊസിഷനിലേക്ക് നേരെ കറക്റ്റാക്കി വെച്ച് കഴിഞ്ഞാൽ ആ എറർ തന്നെ പോകും. മറ്റുള്ള എററുകൾ നമ്മൾ പറഞ്ഞു, എറർ ഉണ്ടെങ്കിൽ നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്ത് മെഷീൻ ഓഫ് ചെയ്ത് ഓണാക്കിയാൽ മാത്രമാണ് എറർ പോകത്തുള്ളൂ. ഈ 17 അങ്ങനെയല്ല. നമ്മൾ മെഷീൻ ചെരിച്ച് കഴിഞ്ഞാൽ, മെഷീൻ ട്വിൽറ്റ് ചെയ്യുമ്പോഴാണ് ഈ 17 കാണിക്കുക. നേരെ വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ എറർ മാറും. പിന്നെ വരുന്ന അടുത്തൊരു പ്രോബ്ലമാണ് നമുക്ക് E5 എന്നാണുള്ള അടുത്തൊരു കംപ്ലൈൻറ്റ്. E5 എന്നുള്ള കംപ്ലൈൻറ്റാണ് നമ്മളിനി അടുത്ത് നോക്കാൻ പോകുന്നത്. അതെന്താണ് പ്രോബ്ലം എന്നുള്ളത്. എറർ 05 അല്ലെങ്കിൽ എറർ 5. ഇതെങ്ങനെ സോൾവ് ചെയ്യാമെന്ന് വെച്ചാൽ, ഇത് നമ്മുടെ മെഷീൻ്റെ ആക്സിലേറ്റർ ലൂസ് കണക്ഷൻ അല്ലെങ്കിൽ ആക്സിലേറ്റർ തിരിച്ചു കൊടുക്കുക, ആക്സിലേറ്റർ കണക്ട് ചെയ്തതിലേക്ക് മിസ്റ്റേക്ക്, അല്ലെങ്കിൽ ആക്സിലേറ്ററിൻ്റെ കേബിളിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ട്, അങ്ങനെയാണ് ഈ സംഭവം നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുക. കണ്ടോ, ആ കണക്ടർ അവിടെ ലൂസായി കിടന്നത് കൊണ്ടാണ് E5 കാണിച്ചത്. അപ്പോൾ ഇങ്ങനെയൊക്കെ പ്രോബ്ലം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ മെഷീൻ ഓഫ് ചെയ്തിട്ട് വേണം കേബിൾ കുത്താൻ. കേബിൾ കുത്തുമ്പോൾ അതിന് 2 വശവും ശ്രദ്ധിച്ച് കറക്റ്റായിട്ട് വേണം അതിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കാൻ. അത് കറക്റ്റായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് നമ്മുടെ ആ പ്രോബ്ലം സോൾവ് ചെയ്യാനും പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ 3 കാര്യങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് ബോബിൻ ബൈൻഡറാണ്. ബോബിൻ ബൈൻഡറൊക്കെ ജാക്ക്, ജുക്കി, ഉഷ എല്ലാം ഇപ്പോൾ ഡയറക്റ്റ് ഡ്രൈവ് മെഷീൻസിൽ എല്ലാത്തിലും ഒരുപോലെ തന്നെയാണ് വരുന്നത്. പിന്നെ നമുക്ക് ഇതിലുള്ള ഓപ്ഷൻസ് ഒന്നുകൂടെ നോക്കാം, അതിൻ്റെ സ്പീഡ് അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങൾ. ഇതിലിപ്പോൾ നമ്മൾ കാണുന്ന ആ ബട്ടൺസ് PS, അതുപോലെ തന്നെ ഒരു നീഡിലിൻ്റെ സിമ്പൽ, പിന്നെ ഒരു LED ബൾബിൻ്റെ സിമ്പൽ, ഒരു മൈനസ്, ഒരു പ്ലസ്, പിന്നെ ഒരു ചെറിയ സ്ക്രീനും.
അതിൽ പ്ലസ് എന്നുള്ളത് സ്പീഡ് കൂട്ടുക, മൈനസ് എന്നുള്ളത് സ്പീഡ് കുറയ്ക്കുക. ആ മൈനസിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന ആ ഒരു ബൾബിൻ്റെ സിമ്പൽ പോലെയുള്ളത് നമ്മളുടെ മെഷീനിൽ LED ലൈറ്റിൻ്റെ ബ്രൈറ്റ്നെസ് അഡ്ജസ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ ലൈറ്റ് ഓഫ് ഓണും ചെയ്യാനും ഉപയോഗിക്കുന്ന ബട്ടനാണ്. അതിന് തൊട്ടടുത്തായിട്ട് കിടക്കുന്ന മറ്റൊരു ബട്ടനാണ് സൂചിയുടെ സിമ്പലായിട്ട് കാണുന്നത്. സൂചി മുകളിലേക്കും താഴേക്കും ആക്കി വെച്ചിരിക്കുന്ന രീതിയിൽ. അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നീഡിൽ പൊസിഷൻ എന്നാണ് അതിനെ പറയുക. നമ്മൾ അടിച്ചു കഴിഞ്ഞ്, അതായത് മെഷീൻ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെഡലിൽ നിന്ന് കാലെടുത്താൽ സൂചി താഴെ നിൽക്കണോ മുകളിലോട്ട് നിൽക്കണോ എന്നുള്ളത് കസ്റ്റമറുടെ അല്ലെങ്കിൽ നമ്മുടെ ടൈലറിൻ്റെ ഇഷ്ടപ്രകാരം വെക്കാൻ പറ്റും. അതിനുള്ളൊരു ബട്ടനാണത്. മറ്റു 2 ബട്ടൺസ് PS എന്നുള്ളത് പാരാമീറ്റർ എന്നാണ് Pൻ്റെ അർത്ഥം. പാരാമീറ്റർ സെറ്റിംഗ് ഒക്കെ അതൊക്കെ ഓൾറെഡി അതിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് PSൻ്റെ ആവശ്യം വരുന്നില്ല. നമ്മുടെ ഇപ്പോൾ ഡയറക്റ്റ് ഡ്രൈവ് സിംഗിൾ നീഡിൽ മെഷീനിലുള്ള ഓപ്ഷൻസ് എന്ന് വെച്ചാൽ സ്പീഡ് കൂട്ടുക, കുറയ്ക്കുക, നീഡിൽ പൊസിഷൻ, LED ലൈറ്റ്, പവർ സേവിങ്, അത്രയൊക്കെയാണുള്ളത്. അപ്പോൾ എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും എല്ലാവരും ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക, മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ വീഡിയോസ് കണ്ട എല്ലാവർക്കും വളരെ നന്ദി.